CMRലുമായുള്ള ഇടപാടുകൾ സുതാര്യം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ആരോപണങ്ങൾ പാടെ തള്ളി വീണ വിജയൻ. CMRലുമായുള്ള ഇടപാടുകൾ സുതാര്യവും നിയമപ്രകാരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ. കരാർ പ്രകാരമുള്ള പണം കൈമാറ്റമാണ് നടന്നതെന്നും എക്സാലോജിക് ബിനാമി കമ്പനിയാണെന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് വീണ തായ്ക്കണ്ടി പറഞ്ഞു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അവർ ഇക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് MR അജയൻ നൽകിയ ഹർജിയിലാണ് വീണ എതിർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. CMRൽ എക്സാലോജിക് ഇടപാടുകൾ സംബന്ധിച്ച് ആദ്യമായാണ് വീണയുടെ ഭാഗത്തു നിന്നും രേഖാമൂലമുള്ള വിശദീകരണം. ഇടപാടുകൾ പൂർണ്ണമായും നിയമപ്രകാരമുള്ളതാണെന്നാണ് സത്യവാങ്മൂലത്തിൽ വീണ ചൂണ്ടിക്കാണിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള ഇടപാടുകളാണ് ഉള്ളത്. എക്സാലോജിക് കമ്പനി CMRലിന് IT സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം ബാങ്ക് വഴിയാണ് കരാർ പ്രകാരം ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെന്നും വീണ വിജയൻ പറയുന്നു. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇല്ലാത്ത സേവനത്തിനുള്ള പ്രതിഫലമെന്നാണ് വീണയ്ക്കെതിരെയുള്ള ആരോപണം. ആ ആരോപണത്തെയാണ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് നൽകിയതെന്നും വീണ പറയുന്നു. SFIയുടെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും വീണ വിജയൻ വ്യക്തമാക്കി. അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഹർജിക്കാരൻ നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും വീണ പറയുന്നു. താൻ വിദ്യാസമ്പന്നയായ യുവതിയാണ്. IT മേഖലയിലെ ഒരു പ്രൊഫഷണലാണ്. എക്സാലോജിക് കമ്പനി കോവിഡ് കാലത്താണ് പൂട്ടിപ്പോയത്. ബിനാമി കമ്പനി എന്ന ആരോപണം അടിസ്ഥാനരഹിതം തുടങ്ങിയവയെല്ലാം വീണയുടെ വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു. AKG സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചുവെന്ന ആരോപണവും വീണ തള്ളി. CBI അന്വേഷണത്തിലുള്ള അപേക്ഷ നിരാകരിക്കണമെന്നും വീണ വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയത് ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം. വിവാദ പരാമർശവുമായി EP ജയരാജൻ. ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് PK കുഞ്ഞനന്തനെ ഇല്ലാതാക്കിയതെന്ന് EP ജയരാജൻ. തടവറയ്ക്കുള്ളിലും കുഞ്ഞനന്തന് നീതി ലഭിച്ചില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. പാനൂരിൽ PK കുഞ്ഞനന്തൻ ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു EPയുടെ വിവാദ പരാമർശം. വർഗീയ ശക്തികളും മറ്റ് പിന്തിരിപ്പൻ ശക്തികളും ചേർന്നാണ് കുഞ്ഞനന്തനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടെ അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു. നീതിപീഠത്തിന് മുന്നിൽ സത്യം വെളിപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായി. ജുഡീഷ്യറിയുടെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം കുഞ്ഞനന്തനെ ജയിലിനുള്ളിൽ തടവുകാരനാക്കി. ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട നീതി കുഞ്ഞനന്തന് ലഭിച്ചില്ല. ഭരണകൂട ഭീകരത കുഞ്ഞനന്തനെ തടവറയ്ക്കുള്ളിലാക്കിയെന്നും EP ജയരാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീരുന്നില്ല. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഷഹബാസിന്റെ പിതാവ്. ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ സർക്കാരിനെതിരെ പിതാവ് ഇക്ബാൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇക്ബാൽ പറഞ്ഞു. പ്രതികളായ കുട്ടികൾക്ക് ഇത്ര വേഗം ജാമ്യം കിട്ടിയതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോ മന്ത്രി മുഹമ്മദ് റിയാസോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇക്ബാൽ പറഞ്ഞു. കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും. പ്രതികളായ കുട്ടികളെ തൂക്കിക്കൊല്ലാനല്ല താൻ ആവശ്യപ്പെടുന്നത്. 2 വർഷമെങ്കിലും കേസ് വിചാരണ തീരുന്നതുവരെയെങ്കിലും ജുവനൽ ഹോമിൽ പാർപ്പിച്ച് അവരെ നല്ല നടപ്പ് പഠിപ്പിക്കണമെന്നാണ് പറയുന്നതെന്നും ഇക്ബാൽ വ്യക്തമാക്കി. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കണമെന്നോ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നോ പോലും താൻ ആവശ്യപ്പെടുന്നില്ല. പ്രതികളായ കുട്ടികളുടെ മാതാപിതാക്കളും ക്രിമിനലുകളാണ്. അതിനാൽ കൂടിയാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നതെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെയുള്ള നിയമ നടപടികളും അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ എന്നിവർക്കെതിരായ ബലാത്സംഗ കേസുകളാണ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇരുവർക്കുമെതിരെ തെളിവൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നൽകിയ മൊഴികൾക്കപ്പുറം പുതിയത് നൽകാൻ പരാതിക്കാർ തയ്യാറാവാതിരുന്നതോടെയാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ നേരത്തെ പോലീസ് തീരുമാനിച്ചത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ചർച്ചയായ കേസുകളിൽ ഒന്നാണ് ജയസൂര്യയ്ക്കും ബാലചന്ദ്ര മേനോനും എതിരെയുള്ളത്. ഇവർ ഇരുവരെയും കൂടാതെ മണിയൻപിള്ള രാജു, മുകേഷ് എന്നിവരടക്കം 7 പേർക്കെതിരെ ഒരു നടി പരാതി ഉന്നയിച്ചിരുന്നു. ഇതിൽ 2008 തിരുവനന്തപുരത്ത് നടന്ന ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ തന്നെ ജയസൂര്യയും ബാലചന്ദ്ര മേനോനും പീഡിപ്പിച്ചെന്നാണ് നടി പരാതിയിൽ പറഞ്ഞത്. നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയ്ക്കും ബാലചന്ദ്ര മേനോനുമെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. പരാതി നടന്ന കാലയളവിൽ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ജയസൂര്യയുടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. സെക്രട്ടേറിയറ്റിന്റെ ശൗചാലയത്തിൽ വെച്ച് ജയസൂര്യ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതിന് തെളിവ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. സെക്രട്ടേറിയറ്റിലെ രേഖകൾ പ്രകാരം സെക്രട്ടേറിയറ്റ് വളപ്പിൽ മാത്രമാണ് സിനിമാ ചിത്രീകരണത്തിന് അനുമതി ഉണ്ടായിരുന്നത്. കൂടാതെ ശൗചാലയം ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ ഓഫീസ് മുറിയാക്കി മാറ്റി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥലം തിരിച്ചറിയാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞതുമില്ല.
കേസിൽ മറ്റ് സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കാൻ പോലീസ് ആലോചിക്കുന്നത്. ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിക്കാരി ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞത്. ഈ ഹോട്ടലിൽ ബാലചന്ദ്ര മേനോൻ താമസിച്ചതിന് തെളിവുണ്ടെങ്കിലും നടി സംഭവം നടന്നെന്ന് പറയുന്ന ദിവസമോ അതിനടുത്ത ദിവസങ്ങളിലോ ഇവിടെ എത്തിയതിന് ഒരു തെളിവുമില്ല. ടവർ ലൊക്കേഷനും കൃത്യമായി ലഭിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി സാക്ഷി പറയാൻ നടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ താനൊന്നും കണ്ടിട്ടില്ലെന്നാണ് ഇവർ മൊഴി നൽകിയത്. ഇതോടെയാണ് അന്വേഷണം കൂടുതൽ പ്രതിസന്ധിയിലായത്. ഈ കാരണങ്ങളാലാണ് ജയസൂര്യയ്ക്കും ബാലചന്ദ്ര മേനോനുമെതിരായ നടപടികൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. തുടർച്ചയായ കപ്പൽ അപകടങ്ങൾ ആശങ്കപ്പെടുത്തുന്നുവെന്നും എയിംസിന് തറക്കല്ലിട്ട ശേഷമേ ഇനി വോട്ട് ചോദിക്കാൻ വരൂവെന്നും സുരേഷ് ഗോപി. തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടമാണിത്. മത്സ്യത്തൊഴിലാളികളടക്കം ബാധിക്കുന്ന വിഷയമാണിത്. നിയമ നടപടി വേണമോ എന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ. സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ കേന്ദ്രം തീർച്ചയായും ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എയിംസിന് വേണ്ടി ഒരേയൊരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. 3 ഓപ്ഷനുകളാണ് നൽകേണ്ടത്. എന്നാൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു. തന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചോദിക്കാൻ വരുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയാണെന്നും അതിനാൽ ശശി തരൂരിന് പുകഴ്ത്താമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തരൂരിന്റെ നിലപാടിൽ സംഘച്ചായ് ഉണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. 2019 താൻ മെട്രോ നീട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചെന്നും എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു.